സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, പരാതി വന്നാൽ കേസെടുക്കാമെന്ന് പറയുന്ന സർക്കാരാണ്. പരാതിയുമായി ഇതുവരെ ഒരാൾ പോലും പുറത്തേക്ക് വരാത്ത അവസ്ഥ. കേസെടുക്കുകയോ നടപടി ഉണ്ടാക്കുകയോ ചെയ്യും ഈ വലിയ ഒച്ചപ്പാടിനപ്പുറത്തേക്ക് എന്ന് ഹരീഷ് വ്യക്തിപരമായിട്ട് കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസം ഹരീഷിനുണ്ടോ? ഞാനിത് ഏതെങ്കിലും ഒരു റിപ്പോർട്ട് മാത്രമായിട്ടോ സിനിമാ മേഖലയിലെ ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നമായിട്ടോ അത് താൽക്കാലികമായിട്ടുള്ള മറ്റ് പല സാമൂഹ്യ പ്രശ്നങ്ങളും പോലെ ഒരു പ്രശ്നമായിട്ടോ അല്ല ഞാനിതിനെ കാണുന്നത്. ലോങ് ടേമിലുള്ള ഒരു പ്രോസസ്സിനകത്ത് നടക്കുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് വളരെ പാട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റി അതിൻ്റെ അവശിഷ്ടങ്ങൾ, അതിൻ്റെ ദ്രവിച്ചു തുടങ്ങിയ അവശിഷ്ടങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് കാണുന്നതിൻ്റെ അതിൽ അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ടുള്ള സിനിമാ മേഖലയിൽ നിന്ന് അത് കാണുന്നു, അതുപോലെ വെളിയിലേക്ക് വരുന്നു എന്നുള്ളത് മാത്രമാണ്. നമുക്കെല്ലാവർക്കും ഏറെക്കുറെ പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ ഒരു സംഗതിയിൽ ഒരു സർക്കാരിൻ്റെ തന്നെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരികയും നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് ഇത് വളരെ ഒരു നോമായിട്ട് ഒരു ഇതാണ് സാധാരണ നടക്കുക എന്ന മട്ടിൽ അവിടെ അനീതി കുടികൊള്ളുന്നു എന്നുള്ള നിലയ്ക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്രിമിനൽ കേസ് എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന്. ഇവിടെ നമ്മളെ ഞെട്ടിക്കുന്നത്, ഇപ്പം എന്നെ ഞെട്ടിക്കുന്നത് വ്യക്തിപരമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്ന സംഗതികളല്ല, മറിച്ച് അതിനോടുള്ള സ്റ്റേറ്റിൻ്റെ റെസ്പോൺസാണ്, അതിനോട് നമ്മുടെ നാട്ടിലെ ആളുകളുടെ റെസ്പോൺസാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നിയമ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ABCD ധാരണയില്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ സ്റ്റേറ്റ് അത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആളുകൾ സാമാന്യമായിട്ടുള്ളൊരു അറിവ് നേടേണ്ടതുണ്ട്. ഇതൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണോ അനീതി നേരിട്ടത് അവർ പോയി കേസ് കൊടു, എന്നാ താൻ കേസ് കൊടു എന്നാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ആ ക്യാപ്ഷൻ, ആ സിനിമയുടെ ക്യാപ്ഷൻ വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ ഇരകളോടുള്ള പൊതു സമീപനമാണ്. എൻ്റെ വീട്ടിൽ കള്ളം കയറിയാൽ ഞാൻ പോയി കേസ് കൊടുക്കണം, എന്നെ ആരെങ്കിലും വഴിയിൽ തല്ലിയാൽ ഞാൻ പോയി കേസ് കൊടുക്കണം, ഞാൻ എന്ത് അനീതി നേരിട്ടാലും അത് ഞാൻ കേസ് കൊടുത്ത് തെളിയിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന മട്ടിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ കളിയിലെ റഫറിയെ പോലെ നിൽക്കേണ്ട ഒന്നാണ് എന്ന അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്കുള്ളത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരാൾക്ക് വന്നിരുന്ന് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കെതിരായി സംസാരിക്കാൻ പറ്റുന്നത്. ലളിതകുമാരി കേസിലെ 2013 വിധിന്യായത്തിന് ശേഷം ഒരു കേസ് ഒരു വിഷയത്തിൽ എടുക്കണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് സ്റ്റേറ്റിന് യാതൊരു ഡിസ്ക്രിപ്ഷനും ഇല്ല. അന്ന് CRPC ആയിരുന്നു, ഇപ്പം അത് വേറൊരു പേരിലായിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു കോഗ്നിസബിൾ ഒഫൻസിനെ സംബന്ധിച്ച് ഒരു അറിവ് കിട്ടിയാൽ ആ അറിവ് ശരിയാണോ അല്ലയോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് കേസെടുക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എൻ്റെ വീട്ടിൽ നിന്നൊരു കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി, അതൊരു വിവരം പോലീസിൽ അറിയുന്നു, പോലീസ് അത് പ്രാഥമികമായിട്ട് വിളിച്ച് അന്വേഷിച്ച് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ FIR എടുക്കണം. കാരണം വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കുട്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ആ കുട്ടി എവിടെയെങ്കിലും തിക്കിലും തിരക്കിലും വിട്ട് പോയി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നാൽ FIR ക്ലോസ് ചെയ്യാം. പക്ഷേ ആ നിമിഷം വരെ FIR ഇട്ട് അന്വേഷണം നടത്തുക എന്നുള്ളത് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു CID എടുത്ത് സാധാരണഗതിയിൽ, ഞാൻ പറഞ്ഞത് ഇതൊരു കോൺട്രവേഴ്ഷ്യൽ മാറ്റർ അല്ല, ഇതൊരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, മാധ്യമങ്ങളുടെ ശ്രദ്ധയിലൊന്നും വരുന്ന കാര്യമല്ല എന്ന് വിചാരിക്കുക. ഒരു സാധാരണ റിപ്പോർട്ടായിട്ട് ഇത് വന്നിരുന്നെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു CI ഇതിനകത്ത് കേസെടുക്കുമായിരുന്നു. കാരണം CRPC നോക്കി കേസെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം അയാൾക്കുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ കേസെടുക്കുമായിരുന്നു. അതുണ്ടാവാതിരിക്കുന്നത് DGP ലെവലിൽ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവുന്നു. വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ട് പോലും DGP പറഞ്ഞതിനകത്ത് കേസെടുക്കാനൊന്നുമില്ല എന്ന് പറയുന്നു, കേസ് ഉണ്ടാവുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിയമ സംവിധാനം പ്രവർത്തിക്കരുത് എന്ന് പോലീസ് മേധാവിയും സർക്കാരും കൂടി തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുന്നില്ല. അവിടെ ആരുടെ ഭാഗത്തേക്ക് ഇത് മാറുന്നു, ഒരു ബേർഡൻ മാറുന്നു? ഈ ഇരകളുടെ ഭാഗത്തേക്ക് തന്നെ ഈ ബേർഡൻ മാറുന്നു. എന്നിട്ട് ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്താണെന്നറിയോ? പോലീസ് കേസെടുത്താലും ഈ ഇരകൾ മൊഴി കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ കേസിന് എന്ത് പ്രസക്തി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഏത് സ്റ്റേജിലാണ് മൊഴി കൊടുക്കേണ്ടത്? അവരുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്, അല്ലേ? അവരാരും കേസ് വേണ്ടെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അവരുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. പ്രൈവസി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇത്ര ഗൗരവമായിട്ടുള്ളൊരു ക്രിമിനൽ കേസ് ഈ നാട്ടിൽ നടക്കുമോ ഇല്ലയോ എന്ന് ഞാനും അപർണയും നമ്മളോട് സ്വയം ചോദിച്ചു നോക്കൂ. നടക്കില്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. അതായത് എനിക്ക് അപർണയ്ക്കെതിരെയോ എനിക്കെതിരായിട്ടോ ഒരു പരാതി ഉണ്ടെങ്കിൽ ഈ മീഡിയ അറിയാതെ, ഈ നാട്ടുകാരറിയാതെ, ഇത് കൊട്ടിഘോഷിക്കാതെ രഹസ്യമായി അന്വേഷിച്ച് രഹസ്യമായി നടപടിക്രമങ്ങളിലൂടെ പോകാൻ കഴിയില്ല എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രശ്നം. നമുക്ക് പരസ്യമായി വിചാരണകൾ ഉള്ളതുപോലെ തന്നെ
ആളുകളുടെ പ്രൈവസി അഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള വിചാരണകളും നടക്കേണ്ടതുണ്ട്. കാരണം ഈ രാജ്യത്ത് റൈറ്റ് ടു പ്രൈവസി എഴുതുന്ന കാലത്തോ ഹരീഷ് ലീഗൽ വിഷയം ഒരെണ്ണം ജുഡീഷ്യൽ കമ്മീഷനിലെ മൊഴികൾക്ക് ഒരു നിയമസംരക്ഷണം കിട്ടുന്നു. ഇത് പക്ഷേ അന്വേഷണ കമ്മിറ്റിയാണ്. അതുകൊണ്ട് ആ മൊഴികൾക്ക് ആ നിയമസംരക്ഷണം ഇല്ല എന്നുള്ളൊരു ലീഗൽ ആസ്പെക്ട് ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയുക? അതാണല്ലോ സർക്കാരും നിയമവിദഗ്ധരും പറയുന്നൊരു വിഷയം. ഏത് നിയമവിദഗ്ധരാണ് ഒരു കമ്മിറ്റി റിപ്പോർട്ടും ഒരു കമ്മീഷൻ റിപ്പോർട്ടും തമ്മിൽ കേസെടുക്കുന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നിയമം പഠിച്ച ആരെങ്കിലും അത് പറഞ്ഞതായി ഞാൻ കേട്ടില്ല. ക്യാപ്സ്യൂൾ ഇറങ്ങുന്നുണ്ട്. അത് കേരളത്തിൽ ഒരുപാട് ക്യാപ്സ്യൂളുകൾ ഇറങ്ങുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട ഒരു ക്യാപ്സ്യൂൾ ഇതാണ്. ഇതെല്ലായിടത്തും കൊണ്ട് ഒട്ടിക്കുമ്പോൾ ആളുകൾക്ക് പുതിയൊരു ഇൻഫർമേഷനാണ് ഇത് തമ്മിലുള്ള പ്രശ്നം വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെയുള്ള. അതുകൊണ്ട് ആളുകൾ ആ ക്യാപ്സ്യൂൾ പലരും വിഴുങ്ങുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ഒരു വിഷയം പഠിക്കാനായിട്ട് സർക്കാർ ഏതെങ്കിലും ഒരു ഫാക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുമ്പോൾ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ചാണ് അത് വെക്കുന്നതെങ്കിൽ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് വെക്കുന്ന ആ റിപ്പോർട്ട് കിട്ടിയാൽ 6 മാസത്തിനുള്ളിൽ അതിനകത്തുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സഹിതം അത് നിയമസഭയിൽ വെക്കണം. 6 മാസത്തിനകം നിയമസഭയിൽ വെക്കണം എന്നുള്ളൊരു മാൻഡേറ്റ് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിനുണ്ട്. എന്നാൽ ഒരു കമ്മിറ്റിയെ സാധാരണഗതിയിൽ ഒരു കമ്മിറ്റിയെ വെച്ചാൽ അതില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ചത്? എന്തുകൊണ്ടാണ് ഒരു ആക്ട് നിലവിലിരിക്കെ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് ഒരു കമ്മീഷനെ വെക്കാമായിരുന്നു എന്നിരിക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കാതിരുന്നത് എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ചോദ്യം ഞാൻ ഇപ്പോൾ തൽക്കാലം ചോദിക്കുന്നില്ല. ഏതായാലും ഇത് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി അപർണ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, സർക്കാർ എല്ലാ വീട്ടിലും കുട്ടികൾക്ക് പാല് കൊടുക്കുന്നുണ്ടോ അമ്മമാർ എന്നറിയാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ വെക്കുന്നു എന്ന് വിചാരിക്കാം. അവർ പല വീടുകളിലും പോയി, അവർക്ക് ആകെയുള്ള മാൻഡേറ്റ് ഇതാണ്, കുട്ടികളുടെ ആരോഗ്യം. അവരെല്ലാ വീട്ടിലും പോകുമ്പോൾ ഒരു അമ്മ പറയുകയാണ്, ഇവിടെ കുട്ടിയെ അച്ഛൻ വല്ലാതെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു റേപ്പ് നടന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടന്നു. അപ്പോൾ ഇവരെന്താ പറയുക, ഇത് ഞങ്ങളുടെ മാൻഡേറ്റിൽപ്പെട്ട വിഷയമല്ല, പക്ഷെ ഞങ്ങൾ സർക്കാരിനെ അറിയിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. ഈ ഇവർ പോയിട്ട് സർക്കാരിനെ അറിയിക്കുന്നു, അതായത് ഇന്ന കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത്, അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നു, എന്നാൽ ഞങ്ങൾ കണ്ട വേറെ ചില സംഗതികൾ കൂടിയുണ്ട്, ഇന്ന വീടുകളിൽ ചില കുറ്റകൃത്യം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വിവരം കിട്ടിയാലും അവർ പോയിരിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെപ്പറ്റി പഠിക്കാനല്ലേ, അവരോട് ഇത് നോക്കാൻ ആരാ പറഞ്ഞത് എന്നല്ല സ്റ്റേറ്റ് ചോദിക്കുക. നിങ്ങൾ ഏത് വിഷയത്തിന് ഏത് കമ്മിറ്റി വെച്ചാലും, ഞാനത് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടി പറയാം, ഞാനോ നിങ്ങളോ ഒരു സിഗരറ്റ് കവറിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഒരു കടല പൊതിഞ്ഞ കടലാസിലോ എഴുതിയൊരു വിവരം സർക്കാരിനെ അറിയിച്ചാലും അതൊരു കമ്മിറ്റി റിപ്പോർട്ട് ആവണമെന്നില്ല, ഒരു കമ്മീഷൻ റിപ്പോർട്ട് ആവണമെന്നില്ല, ഒരു ഏതെങ്കിലും തരത്തിലുള്ള അഡ്വൈസറി സ്വഭാവമുള്ള ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആവണമെന്നില്ല. ഒരു സാധാരണ വെള്ളക്കടലാസിൽ കിട്ടുന്ന ഒരു വിവരം, അല്ലെങ്കിൽ ഒരു ഫോണിൽ കിട്ടുന്ന ഒരു വിവരം, അങ്ങനെയാണല്ലോ കേരള പോലീസിന്റെ പരസ്യമൊക്കെ, ആപ്പിൽ കിട്ടുന്ന വിവരം, ഫോണിൽ കിട്ടുന്ന വിവരം, ഇതെല്ലാം ഒരു FIR ആയി മാറേണ്ടതുണ്ട്. സ്റ്റേറ്റിന് വേറെ ഓപ്ഷൻ ഇല്ല, ചെയ്യേണ്ടതുണ്ട്. FIR മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയെന്നുള്ളൊരു ചോദ്യത്തിന് അതിന് മറ്റൊരു വിഷയമുണ്ട്. അതിൽ ഈ പറയുന്ന ആളുകൾ മൊഴി കൊടുക്കാൻ തയ്യാറാണോ, അവരുടെ പ്രൈവസി എങ്ങനെയാണ്, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ FIR എടുക്കുന്നതിന് സ്റ്റേറ്റിന് യാതൊരു വിധത്തിലുള്ള എക്സ്ക്യൂസും പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല അപർണ, അതിലൊരു കാര്യം കൂടിയുണ്ട്. അപർണ എന്നോട് ചോദിച്ചത് വ്യക്തിപരമായി ഞാൻ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. ഇതല്ലാതെ മറ്റെന്തൊക്കെ ആക്ഷൻ എടുക്കാം? ഈ റിപ്പോർട്ടിൽ തന്നെ പുറത്തുവിടാത്ത എത്ര പേജുകൾ ഇപ്പോൾ ഉണ്ട്? അത് പുറത്തുവിടാത്തത് പ്രൈവസി വയലേഷൻ കൊണ്ടാണ്. ആരുടെ പ്രൈവസി? ഇരകളുടെ മാത്രമോ? അതിൽ പ്രതികളുടെ പേര് പറയുന്നില്ലേ? അത് ശരിയാണോ എന്ന് അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അത് അന്വേഷിക്കണമെങ്കിൽ FIR ഇടണ്ടേ? ഇനി അതിനകത്ത് ഈ ആളുകൾ, ഈ പ്രധാനപ്പെട്ട പേരുകാർ സർക്കാരിന്റെ ഏതെങ്കിലുമൊക്കെ പരിപാടികളിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണ്ടേ? താൽക്കാലികമായിട്ടെങ്കിലും അവരെ മാറ്റി നിർത്തണ്ടേ? സർക്കാരിന്റെ തന്നെ പരിപാടികളിൽ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ വിളിച്ചിരുത്തി ആഘോഷിക്കുന്നു. തീർച്ചയായിട്ടും ഹരീഷ്, ഞാൻ തിരികെത്താം. അനിത